ഡിസംബർ 26 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ എസ്തപ്പാനോസ്, വിശുദ്ധ അമേത്തലു, വിശുദ്ധ ക്രിസ്തീന, വിശുദ്ധ ഡൈനീഷ്യസ്, വിശുദ്ധ മാരിനൂസ്. പ്രഥമ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫൻ. 36 കാലഘട്ടത്തിലാണ് വിശുദ്ധ സ്റ്റീഫൻ ജീവിച്ചിരുന്നത്. ആദിമ ക്രൈസ്തവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ വിധവകളുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക കാര്യങ്ങൾ അന്വേഷിക്കുവാൻ സ്ലീഹന്മാർക്ക് സമയം തികയാതെ വന്നു. വിവേകമതികളും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരുമായ 7 പേരെ തിരഞ്ഞെടുത്ത് അവരുടെ മേൽ കൈവച്ച് ഡീക്കന്മാരായി നിയമിച്ചു. അവരിൽ ഒരാളാണ് സ്റ്റീഫൻ. കൃപാവരവും ഭക്തിയും നിറഞ്ഞിരുന്ന സ്റ്റീഫൻ അഥവാ എസ്തപ്പാനോസ് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ വിജ്ഞാനപൂർണമായിരുന്നു. അവയെ ചെറുത്തു നിൽക്കുവാൻ കഴിയാതെയായപ്പോൾ അദ്ദേഹം മോശയ്ക്കും ദൈവത്തിനുമെതിരായി ദൂഷണം പറയുന്നുവെന്ന് ആരോപിച്ച് യഹൂദ പുരോഹിതന്മാരുടെ അടുക്കിലേക്ക് ആനയിക്കപ്പെട്ടു. പ്രധാന പുരോഹിതന്റെ ചോദ്യത്തിന് സ്റ്റീഫൻ നൽകിയ പ്രഗത്ഭമായ മറുപടി അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 7-ാം അധ്യായത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. യഹൂദ ചരിത്രം വിവരിച്ച ശേഷം അദ്ദേഹം വെല്ലുവിളിക്കുന്നു: ദുശാഠ്യക്കാരെ, നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ സദാ പരിശുദ്ധാത്മാവിനെ എതിർക്കുന്നു. പ്രവാചകന്മാരിൽ ആരെങ്കിലും നിങ്ങൾ മർദ്ദിക്കാതിരുന്നിട്ടുണ്ടോ? ദൈവദൂതന്മാർ വഴി നിങ്ങൾക്ക് ന്യായപ്രമാണങ്ങൾ ലഭിച്ചു, എന്നാൽ നിങ്ങളത് അനുസരിച്ചില്ല. ഇതാ സ്വർഗ കവാടം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. ഉടനെ ജനങ്ങൾ അദ്ദേഹത്തെ പിടിച്ച് നഗരത്തിന് വെളിയിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞു. തത്സമയം സ്റ്റീഫൻ പ്രാർത്ഥിച്ചു: കർത്താവായ ഈശോ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. കർത്താവെ, ഈ പാപം അവരുടെ മേൽ ചുമത്തരുതേ. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. എസ്തപ്പാനോസ് യേശുവിന്റെ ഒരു യഥാർത്ഥ ശിഷ്യനായിരുന്നു. അദ്ദേഹം അവിടുത്തെ പൂർണ്ണമായി അനുകരിച്ചു. സ്റ്റീഫനോടുകൂടി വിശ്വാസത്തിന് തങ്ങളുടെ രക്തം കൊണ്ട് മുദ്ര ചാർത്തിയ രക്തസാക്ഷികളുടെ നീണ്ട നിരയ്ക്ക് തുടക്കമായി. ദൈവം മനുഷ്യനായത് സ്വർഗത്തിന്റെ വാതിലുകൾ മനുഷ്യരാശിക്ക് വേണ്ടി തുറന്നിടാനാണെന്ന് അവരൊക്കെയും ധൈര്യപൂർവ്വം സാക്ഷ്യം നൽകി. രക്തസാക്ഷിയായ സ്റ്റീഫന്റെ തിരുനാൾ ക്രിസ്തുമസിന്റെ പിറ്റേന്ന് ആചരിക്കുമ്പോൾ കുരിശിന്റെ നിഴൽ ബത്ലഹേമിലെ തുടക്കം മുതൽ തന്നെ സന്നിഹിതമാണെന്ന് നാം അറിയുന്നു. ഇന്നേ ദിവസം റീൽവോക്സിലെ വിശുദ്ധ എൽഡ്രഡിന്റെ അഭിപ്രായം നമുക്ക് വിചിന്തനം ചെയ്യാം. സ്നേഹം ഒരു ചെറിയ പദമായിരിക്കും, എന്നാൽ നിർമ്മല സ്നേഹം ദൈവത്തോടും തൻ്റെ അയൽക്കാരനോടുമുള്ള മനുഷ്യന്റെ ബന്ധം മുഴുവൻ സമാഹരിക്കുന്നുണ്ട്. കർത്താവ് വിവരിച്ചിട്ടുള്ളതുപോലെ നിയമവും പ്രവാചകന്മാരും സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. പ്രഥമ രക്തസാക്ഷിയായ വിശുദ്ധ എസ്തപ്പാനോസെ, ക്രിസ്തുവിനു വേണ്ടി സ്വന്തം ജീവൻ ത്യജിച്ചുകൊണ്ട് രക്തസാക്ഷിയാകുവാൻ ധൈര്യവും മനസ്സും കാണിച്ച വിശുദ്ധനെ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും സഹനങ്ങളും ധൈര്യത്തോടുകൂടി നേരിടുവാൻ വേണ്ടിയും ക്രിസ്തുവിനെ പൂർണ്ണമായും സ്നേഹിച്ചുകൊണ്ട് ക്രിസ്തുവിൽ ജീവിക്കുവാൻ വേണ്ടിയും നിരന്തരം പിതാവായ ദൈവത്തോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.